ഓപ്പറേഷൻ നങ്കൂറിൽ ഹൈക്കോടതിയിൽ കസ്റ്റംസിന് തിരിച്ചടി. നടൻ ദുൽഖർ സൽമാന് ഡിഫൻഡർ വാഹനം വിട്ടു നൽകാൻ ഇടക്കാല ഉത്തരവ്. വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നും പറയുന്നു. ശ്യാം ദേവരാജ് നൽകും വിശദാംശങ്ങൾ. ശ്യാം, ഇത് കസ്റ്റംസിന് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ അത് വാഹനം പിടിച്ചു വെച്ചുകൊണ്ട് എന്ത് അന്വേഷണം, രേഖകൾ വഴിയല്ലേ അന്വേഷണം എന്നൊക്കെ ചോദിച്ചു അല്ലേ ഹൈക്കോടതി? എന്താണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് റോഷ്നി. അത്തരം ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചതിന് ശേഷമാണ് ഈ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത നടപടിയിൽ, കസ്റ്റംസ് നടപടിയിൽ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നത്. അതായത് ഈ വാഹനം വിട്ടു നൽകുന്നത് സംബന്ധിച്ച് കസ്റ്റംസ് നിയമത്തിന്റെ 110-ാം വകുപ്പ് അനുസരിച്ച് കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് തീരുമാനമെടുക്കേണ്ടത്. അത് തൽക്കാലത്തേക്ക് വിട്ടു നൽകുന്ന നടപടിയാണ്. ഇങ്ങനെ തൽക്കാലത്തേക്ക് വിട്ടു നൽകാനായി ദുൽഖർ സൽമാൻ ഈ അപേക്ഷ കസ്റ്റംസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നൽകണം. ഈ അപേക്ഷ പരിഗണിച്ച് ദുൽഖർ സൽമാന് ഡിഫൻഡർ വാഹനം വിട്ടു നൽകുന്നത് കസ്റ്റംസ് പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കസ്റ്റംസിന് ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശമാണ് ഈ രീതിയിൽ നൽകിയിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ അപേക്ഷയിൽ കസ്റ്റംസ് ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ആവശ്യം തള്ളിയാൽ ദുൽഖറിന് വാഹനം വിട്ടു നൽകേണ്ട എന്ന് തീരുമാനമെടുത്തു. അതായത് ദുൽഖറിന്റെ ആവശ്യം തള്ളിയാൽ അതിന്റെ കാരണം സഹിതം കസ്റ്റംസ് ഉത്തരവിറക്കണം എന്നും ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം വരുന്നത്. നേരത്തെ ഹൈക്കോടതി ഇതിനിടയിൽ വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഈ ദുൽഖർ സൽമാന്റെ വാഹനം തൽക്കാലത്തേക്ക് വിട്ടു നൽകാവുന്നതാണ്, പ്രഥമ ദൃഷ്ട്യാ അങ്ങനെ വിട്ടു നൽകാനുള്ള സാധ്യതകൾ ഉണ്ടല്ലോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ആരായുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിന് വാഹനം കസ്റ്റഡിയിൽ അനിവാര്യമാണോ എന്നാണ് കസ്റ്റംസിനോട് ഹൈക്കോടതി ചോദിച്ചത്. മാത്രമല്ല, രേഖകളുടെ അടിസ്ഥാനത്തിലല്ലേ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്, അതിന് ഈ വാഹനം എപ്പോഴും കസ്റ്റഡിയിൽ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും കൂടി ഹൈക്കോടതി ചോദിച്ചിരുന്നു. ഈ വാഹനം വിട്ടു നൽകാൻ അതിനാവശ്യമായ ബാങ്ക് ഗ്യാരണ്ടി നൽകാൻ തയ്യാറാണ് എന്നാണ് ദുൽഖർ സൽമാനിൽ നിന്ന് ഹൈക്കോടതി അറിയിച്ചത്. വാഹനത്തിന്റെ മൂല്യത്തിന് തുല്യമായ തുക ബാങ്ക് ഗ്യാരണ്ടി നൽകാം എന്ന കാര്യം അറിയിച്ചു. അത് 17 ലക്ഷം രൂപ ഈ രീതിയിൽ നൽകാം എന്നാണ് ദുൽഖർ സൽമാന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തത്. ഈ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇതിൽ ദുൽഖർ സൽമാന്റെ ഹർജിയെ എതിർത്താണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചത്. ഈ വാഹനം വിദേശത്ത് നിന്ന് കടത്തിയതാണ് എന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ദുൽഖർ സൽമാനിൽ നിന്ന് ഈ വാഹനം പിടിച്ചെടുത്തത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ദുൽഖർ സൽമാൻ ആദ്യം സമീപിക്കേണ്ടത് കസ്റ്റംസിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണലിനെയാണ്. നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ച നടപടി നിലനിൽക്കില്ല എന്നുമാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഉയർത്തിയ വാദം. ദുൽഖറിൽ നിന്ന് മറ്റ് 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ആ നടപടി ദുൽഖർ സൽമാൻ ചോദ്യം ചെയ്തിട്ടില്ല എന്ന കാര്യവും കൂടി കസ്റ്റംസ് ഇന്ന് ഹൈക്കോടതി അറിയിച്ചു. നിയമവിരുദ്ധമാണ് എങ്കിൽ വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുണ്ട് എന്നും കസ്റ്റംസ് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ വിശദീകരണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന കാര്യവും കൂടി ഇന്ന് കസ്റ്റംസ് മറുപടി വാദമായി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. ഒപ്പം ദുൽഖർ സൽമാന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഫയലിൽ സ്വീകരിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഈ കസ്റ്റംസ് എന്ത് തീരുമാനം എടുക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ വാഹനം വിട്ടുകിട്ടി കഴിഞ്ഞാൽ അത് ദുൽഖർ സൽമാനെ സംബന്ധിച്ച് ആശ്വാസമാകും. അതല്ല, വാഹനം വിട്ടു നൽകേണ്ട എന്നാണ് കസ്റ്റംസിന്റെ തീരുമാനമെങ്കിൽ അത് വിശദമായ ഉത്തരവായിരിക്കണം, കാര്യകാരണ സഹിതമുള്ള ഉത്തരവായിരിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. അതായത്, വാഹനം വിട്ടു നൽകിയിട്ടില്ല കസ്റ്റംസ് എങ്കിൽ ആ ഉത്തരവ് ചോദ്യം ചെയ്ത് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാവുന്ന ഒരു സാധ്യത കൂടി ദുൽഖർ സൽമാന് മുന്നിലുണ്ട്. എന്തായാലും കസ്റ്റംസിനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ നിർദ്ദേശം. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ ദുൽഖറിന് അനുകൂലമായ കസ്റ്റംസിന് തിരിച്ചടിയായിരിക്കുന്ന ഒരു ഇടക്കാല ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് അന്തിമമല്ല. ഇനിയിപ്പോൾ കോടതി നടപടികൾ എന്തായിരിക്കും, കസ്റ്റംസിന്റെ നീക്കം എന്തായിരിക്കും, ദുൽഖർ ഇനി മറ്റു വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.